വയനാട്ടിൽ ഭക്ഷ്യക്കിറ്റിൽ നിന്ന് പുഴു കണ്ടെത്തിയതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് മുൻപിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേർന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാണ് പ്രതിഷേധം ആരംഭിച്ചത്? പ്രതിഷേധ പ്രകടനക്കാരുടെ ആവശ്യം എന്തൊക്കെയാണ്? മോത്തി, തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. ഇന്ന് കൊട്ടിക്കലാശത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോഴും വയനാട്ടിലുണ്ടായ വിവാദങ്ങളെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് നൽകിയിരുന്ന ഭക്ഷ്യക്കിറ്റിൽ കണ്ടെത്തിയ പുഴു, ആ പുഴുവിൻ്റെ സംഭവത്തിൽ ഇപ്പോഴും ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് രാവിലെ 7:30 കൂടി തന്നെ ഇവിടെ പ്രതിഷേധം ആരംഭിച്ചു. അവരിപ്പോഴും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 20ഓളം പ്രവർത്തകർ വന്നുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസുകാരും രംഗത്തുണ്ട്. ഒരു പക്ഷേ ഇത് വരും മണിക്കൂറുകളിലേക്ക് ശക്തമാക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. കേട്ടില്ല. അതെ, പഞ്ചായത്ത് സെക്രട്ടറി രാജിവെക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നാണം കെട്ടി കളിയാണ് ഇപ്പോൾ നിലവിൽ UDF പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ മീഡിയന്റെ സാന്നിധ്യത്തിലാണ് ശരിക്കും കമ്മ്യൂണിറ്റി ഹാളിൽ നമ്മൾ ആ പഴകിയ സാധനങ്ങൾ അവിടെ നിൽക്കുന്ന നമ്മൾ കാണിച്ചു കൊടുത്തത്. അതിൽ റവന്യൂയുടെ അരി വന്നതും അവർ പഴകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ കാണുന്നത്. പക്ഷേ മീഡിയയുടെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്ഐ അവിടെ സമരം ഏറ്റെടുത്ത സമയത്ത് അത് നമ്മൾ കണ്ടത് ഈ റവന്യൂയുടെ അരി അവിടെ നിലവിൽ വിതരണം ചെയ്യാതെ പുഴുവരിക്കാതെയും വളരെ 7 ദിവസം പിന്നിട്ടേണ്ട അരി അവിടെ നിലനിൽക്കുകയാണ്. അത് കൊടുക്കാതെ അതിനെ മുന്നിൽ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ മറ്റ് ആളുകളും കൊടുത്ത കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് റവന്യൂയുടെ കിറ്റോടെ മാറ്റി വെച്ചുകൊണ്ടാണ് നിലവിൽ അവിടെ ചൂർമലയിലെയും മുണ്ടക്കയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുന്നമറ്റയിലെ ഫ്ളാറ്റിൽ താമസിച്ച കുട്ടികൾ 3 കുട്ടികൾ നിലവിൽ 3 കുട്ടികളാണ് ഇപ്പോൾ ചികിത്സ തേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ മുമ്പ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത സമരത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിലവിൽ ഇവിടെ ഓഫീസിലില്ലായിരുന്നു. ആ സമയത്ത് ഡിവൈഎഫ്ഐ ആളുകൾ ഇവിടെയുള്ള ആളുകളെ ജാതിപ്പേര് വിളിച്ചുകൊണ്ട് അപമാനപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് പഞ്ചായത്ത് സെക്രട്ടറി അവിടെ പരാതി കൊടുക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി നിലവിൽ പഞ്ചായത്തിൽ എത്തിയത് വൈകുന്നേരം സമയത്താണ്. നാണം കെട്ട രീതിയിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഇപ്പോൾ നടന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി രാജിവെക്കണം എന്നാണ് പറയുന്നത്. ഭരണസമിതിയുടെ അനാസ്ഥ, വിജിലൻസ് അന്വേഷണം എത്രയും പെട്ടെന്ന് വേണം. ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ തീരുമാനം? അതെ, പ്രതിഷേധം എന്തായാലും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടിക്കലാശത്തിലേക്ക് നടക്കുകയാണ്. പക്ഷെ നമുക്ക് പ്രതിഷേധിക്കാതെ പ്രതിഷേധം കൊണ്ട് തന്നെ എന്തായാലും മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പാണെങ്കിൽ. മോത്തി, അതുതന്നെയാണ് ഇവിടെ അവർ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്. പ്രധാനമായിട്ടും ഇന്ന് സുൽത്താൻ ബത്തേരി ടൗണിലും ഭാഗത്തും ഒക്കെ ആയിട്ട് ഇന്ന് കുട്ടിക്കലാശം പരിപാടികളൊക്കെ നടക്കേണ്ടതുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ ഡിവൈഎഫ്ഐ വയനാട്ടില് വലിയ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ രാവിലെ മുതൽ തന്നെ തയ്യാറെടുത്തിരിക്കുന്നു. പ്രതിഷേധ പ്രകടനം നടക്കുന്നു.